ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻസ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാവേ. ഒരു ബൗള് സോയാബീൻസ് എടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ജീരകം ഇട്ട്, ഒരു തക്കോലം ഇട്ട്, 3 ഗ്രാമ്പൂ ഇട്ട്, 2 ഏലക്കായ ഇട്ട്, 2 ബേ ലീഫ് ഇട്ട്, ചെറിയ പീസ് കറുകപ്പട്ട ഇട്ട്, അതിലോട്ട് ഒരു സബോള അരിഞ്ഞതിട്ട്, പച്ചമുളകിട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. സബോള വാടി വന്നതിന് ശേഷം ഇതിലോട്ട് 1/2 സ്പൂണ് മുളക്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മീറ്റ് പൊടി കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. ഇതേ സമയം മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് നട്ട്സും ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. കഴിഞ്ഞ് വെച്ചാണ് തക്കാളി 2 ഇട്ട് കൊടുക്കാം. അത് വഴറ്റാം. നമുക്ക് പച്ച തന്നെ വേണമെന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച സോയ ഇടാം. ഇതിലോട്ട് കുറച്ച് കരിയാപ്പിലയും കുറച്ച് ഉപ്പുപൊടി കൊടുത്ത് ഉപ്പുപൊടി ഇട്ടിട്ട് നമുക്ക് വഴറ്റാം. നമ്മൾ അരച്ച് വെച്ചേക്കണ ഗ്രേവി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. ഇത് നമുക്ക് 5 മിനിറ്റ് നേരം വരെ വേവിക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലൂടെയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.